മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 26/7/1985 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. വിശാഖമാണ് നക്ഷത്രം. വിശാഖം 1-ാം പാദം. ഇടവലഗ്നം. ലഗ്നത്തിൽ ശുക്രൻ ഗുളികൻ. 2 ശൂന്യം. 3-ൽ സൂര്യൻ കുജൻ. 4-ൽ ബുധൻ. 5 ശൂന്യം. 6-ൽ ശനി ചന്ദ്രൻ കേതു. 7-8 ഭാവങ്ങൾ ശൂന്യം. 9-ൽ വ്യാഴം. 10-11 ഭാവങ്ങൾ ശൂന്യം. 12-ൽ രാഹു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. അത്യാവശ്യം നല്ല ഒരു ഗ്രഹനില തന്നെയാണിത്. അപ്പോൾ ചോദിക്കാം, ലഗ്നത്തിൽ ഗുളികൻ നിൽക്കുന്നു, കുജൻ ഇവിടെ നീചനാണ്, 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നീചനായിട്ടൊക്കെ നിൽക്കുമ്പോൾ ആ ഗ്രഹനില എങ്ങനെ നല്ലതാകും എന്ന് ചോദിക്കാം. അവിടെയാണ് പ്രത്യക്ഷത്തിലുള്ള നെഗറ്റീവ്സിനേക്കാൾ ഒരു പക്ഷേ ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള ഗ്രഹനിലകൾ ധാരാളം ഉണ്ടാകും. അതിൽപ്പെട്ട ഒരു ഗ്രഹനിലയാണത്. ഇവിടെ ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുന്നു. ഇടവലഗ്നം. ലഗ്നത്തിൽ ശുക്രൻ. മാളവ്യ യോഗം, തർക്കമില്ല. പക്ഷേ അവിടെ ഗുളികനുണ്ട്. പൊതുവേ ശുക്ര ലഗ്നം വരികയും ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുകയും അതിനോടൊത്ത് ഗുളികനൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ മോശമായി, വളരെ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ചും ശുക്രൻ ഇവിടെ 7-ലേക്ക് ദൃഷ്ടിയുമുണ്ട്. എന്നാൽ 9-ൽ ഭാഗ്യസ്ഥാനത്ത് മകരത്തിലാണ്, നീചനാണ് എന്നിരുന്നാൽ തന്നെയും വ്യാഴത്തിൻ്റെ 5-ാം ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നു. ഗുളികൻ സൃഷ്ടിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളെ ഓവർകം ചെയ്യാൻ, തരണം ചെയ്യാനുള്ള ശേഷി അപ്പോൾ ലഗ്നത്തിന് വരും. വളരെ ഔന്നത്യത്തിൽ ജീവിക്കുന്ന, ജോലി സംബന്ധമായിട്ടായാലും സാമ്പത്തിക സ്ഥിതി സംബന്ധമായിട്ടായാലും വിവാഹ സംബന്ധമായിട്ടായാലും ഒക്കെ വളരെ മികച്ച രീതിയിൽ ജീവിക്കുന്ന ഒരു ജാതകൻ കൂടാണിത്. അപ്പോൾ ഒരു ഗ്രഹനിലയുടെ തിയറി തന്നെ ഒരു ഗ്രഹനിലയിൽ ഗുളികൻ വരുത്തുന്ന നെഗറ്റീവ്സിനെ കുറയ്ക്കാൻ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്ത് പോകാനായി ഒറ്റ വഴിയേ ഉള്ളൂ: വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഗുളികനിലേക്ക് എത്തുക. ഇതിവിടെ കൃത്യമായി സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഗ്നാൽ 5, 6, 7 7-ാം ഭാവാധിപൻ കുജൻ നീചനായി ശക്തനായ സൂര്യനോടൊത്ത് നിൽക്കുന്നു. കുജൻ സൂര്യൻ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കോമ്പിനേഷനാണ്. ഇത്തരം ഗ്രഹനിലക്കാർ വിവാഹം കഴിക്കുന്ന വ്യക്തികൾ, എന്നാൽ വിവാഹം കഴിച്ചു വരുന്ന ആളുകൾ, പാർട്ട്ണർ എന്ന് പറയുന്ന ആളിന് അല്പം കടുംപിടുത്ത വാശി സ്വഭാവം, മുൻകോപ സ്വഭാവം, ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണമെന്ന സ്വഭാവം ഉണ്ടാവും. പക്ഷേ 7-ാം ഭാവാധിപൻ നീചനുമാണ്. പൊതുവേ ഇങ്ങനെ മാത്രമായിരുന്നു ഈ ഗ്രഹനിലയെങ്കിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലുള്ളൊരു ഗ്രഹനില തന്നെയായിരുന്നു ഇത്. എന്നാൽ അവിടെയും വ്യാഴം രക്ഷയ്ക്ക് എത്തുകയാണ് തൻ്റെ 7-ാം ദൃഷ്ടിയിലൂടെ. അപ്പോൾ 7-ാം ഭാവം നീചനായതും സൂര്യനോടൊത്ത് നിൽക്കുന്നതും അതുകൊണ്ട് ഉണ്ടാകേണ്ടുന്നതായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾക്കും ഭംഗം വന്നു കഴിഞ്ഞു. കർക്കിടകത്തിലേക്ക് എത്തുമ്പോൾ അത് ശുഭദൃഷ്ടിയായിട്ട് മാറുകയും ചെയ്യും. അതല്ലാത്ത പക്ഷം വളരെയധികം നെഗറ്റീവ്സ് കൂടുതലുള്ള ഒരു ഗ്രഹനിലയാണത്. പക്ഷേ വ്യാഴം അത് ലഗ്നത്തിലേക്കും അതുവഴി 7-ാം ദൃഷ്ടി വിവാഹത്തിൻ്റെ അധിപൻ നിൽക്കുന്ന ഇടത്തേക്കും കൃത്യമായിട്ട് അത് കർക്കിടകത്തിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ അത് ശുഭമായി മാറി. അവിടെ വാശി, കടുംപിടുത്തം എന്ന് പറയുന്ന ബേസിക്കായിട്ടുള്ള സ്വഭാവത്തിൻ്റെ രീതികൾ കാണിക്കും. എന്നിരുന്നാൽ തന്നെയും അത് അതിൻ്റെ ആ ഗ്രഹങ്ങളുടെ അവകാശമാണ്, അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവർക്കിടയിൽ പ്രശ്നങ്ങളില്ലാതെ ഒരു കലഹമുണ്ടായാൽ കൂടെ അത് കൃത്യമായി പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള വഴി വ്യാഴം അവിടെ കണ്ടെത്തി കൊടുക്കും എന്ന് സാരം. അതുപോലെ തന്നെയാണ് 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനി ഉച്ചനായി നിൽക്കുന്നു. വളരെ നല്ലതാണ്. അതിനോടൊത്ത് ചന്ദ്രൻ കേതു ഉള്ളപ്പോൾ രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7-ാം ദൃഷ്ടി, നീചനായി നിൽക്കുന്ന കുജൻ്റെ 4-ാം ദൃഷ്ടി, ചന്ദ്രൻ ശനി കോമ്പിനേഷൻ, ചന്ദ്രൻ ശനി, ചന്ദ്രൻ കേതു, ചന്ദ്രൻ രാഹു, അതല്ല എങ്കിൽ ചന്ദ്രൻ ഗുളികൻ. ചന്ദ്രനോടൊത്ത് ഇത്രയും അവസ്ഥകൾ ഒരുമിച്ചോ ദൃഷ്ടിയിലോ നിന്നാൽ
മനസ്സിന് ഒരല്പം ടെൻഷൻ കൂടുതലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇവിടെ 10ാം ഭാവാധിപനായിട്ടുള്ള ശനി ഉച്ചനായി നിൽക്കുകയും ചന്ദ്രൻ മനസ്സിൻ്റെ കാരകൻ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരല്പം സ്ട്രെസ്സ്, ഒരല്പം ടെൻഷൻ, കൺഫ്യൂഷൻ പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്നിലധികം മേഖലകളിൽ നിന്ന് വരുമാനം കണ്ടെത്തക്ക രീതിയിലുള്ള ജോലികളെ ക്രമീകരിച്ച് പോകാനും സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 10ാം ഭാവാധിപന് കേതു രാഹു ബന്ധം വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ, അതേപോലെ 10ാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപന് ഗുളികൻ്റെ ബന്ധവും വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു വരുമാന മാർഗം ചിന്തിക്കുന്ന സമയത്ത് നിലവിലുള്ളതിനെ പരിപൂർണമായും ഇല്ലാതാക്കിക്കൊണ്ട് പുതിയ മാർഗം തേടാതിരിക്കുക. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്. കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി 10ാം ഭാവാധിപൻ നിൽക്കുന്ന ഇടത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഒരു നെഗറ്റീവ് ഉണ്ടായാൽ തന്നെ സംരക്ഷിച്ച് പോകാനുള്ള മാർഗം അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നെഗറ്റീവ് ഉണ്ടാകാനുള്ള സാധ്യതയെ നമ്മളായിട്ട് തന്നെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ എളുപ്പത്തിലായി എന്ന് സാരം. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ 12ൽ നിൽക്കുന്ന രാഹു. ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടിയും രാഹുവിലേക്കുണ്ട്. ചെലവുകളെ, അതല്ല എങ്കിൽ വർദ്ധിച്ച ചെലവുകളെ കൃത്യമായി പ്ലാൻ ചെയ്ത് നിയന്ത്രണത്തിലാക്കി വേണം മുന്നോട്ട് പോകാനായിട്ട്. 12ാം ഭാവാധിപൻ നീചനുമാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. എന്നിരുന്നാൽ തന്നെയും രാഹുവിൻ്റെ 12ലെ സ്വാധീനവും ഗുളികൻ്റെ സ്വാധീനവും, രാഹു ഗുളികൻ കോമ്പിനേഷൻ അത്ര നല്ലതല്ല. ഏതെങ്കിലുമൊക്കെ രീതിയിൽ 100 രൂപയിൽ ഒതുക്കേണ്ടുന്നൊരു ചെലവിനെ ഒരു 300-400 രൂപയാക്കുന്ന ഒരു സ്വഭാവം രാഹു അവിടെ കാണിക്കും. രാഹു ആർത്തി സ്വഭാവമുള്ള ഒരു ഛായാഗ്രഹം കൂടിയാണ്, ഇല്യൂഷൻസാണ്. അപ്പോൾ വേണ്ടുന്നതേത് വേണ്ടാത്തതേത് എന്ന് ഒരു പക്ഷേ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചെലവുകളെ വരുത്താം. അതിനു വേണ്ടുന്ന മുൻകരുതലുകൾ ശ്രമിച്ചാൽ നടപ്പിലാവും. കാരണം ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അതുപോലെ തന്നെ ലഗ്നാൽ 5ലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. ഇവിടെ ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്നതുപോലെ തന്നെ പ്രധാനമാണ്. ലഗ്നാധിപനിലേക്കും മാളവ്യയോഗം കൊടുത്തു നിൽക്കുന്ന ശുക്രനിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ട്. വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ഏറിയ പങ്കും അത് നടപ്പിലാവും. ഇപ്പോൾ ഇവിടെ തന്നെ ചെലവുകളെ കുറയ്ക്കാൻ കൈയും മെയ്യും മറന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരു പരിധിയിൽ കൂടുതൽ കുറയ്ക്കാൻ പറ്റും. തീർത്തും 100% ഒന്നും കുറയ്ക്കാൻ പറ്റില്ല. കാരണം അത് രാഹുവിൻ്റെയും ഗുളികൻ്റെയും ഇവിടുത്തെ അവകാശം തന്നെയാണ്. എന്നാൽ നമുക്ക് ദോഷകരമായിട്ടുള്ള ചെലവുകളെ ഒഴിവാക്കുന്നതിനും അതിനെ ഒരു 75% കൂടുതൽ ഗുണപ്രദമാക്കുന്നതിനും ശ്രമിച്ചാൽ സാധിക്കുമെന്ന് സാരം. അത്യാവശ്യം വലിയ തെറ്റുകുറ്റങ്ങളില്ലാത്ത ഒരു ഗ്രഹനിലയാണിത്. എന്നാൽ ഇവിടെ മൈനസ് വ്യാഴത്തെ ഒഴിവാക്കിയിട്ട് ലഗ്നത്തിലേക്കുള്ള ദൃഷ്ടിയെ മാറ്റിയാൽ, 7ാം ഭാവാധിപൻ നിൽക്കുന്നിടത്തേക്കുള്ള ദൃഷ്ടിയെ മാറ്റിയാൽ, ലഗ്നാൽ 5ലേക്കുള്ള വ്യാഴത്തിൻ്റെ 9ാം ദൃഷ്ടിയെ മാറ്റിയാൽ വളരെ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഒരു ഗ്രഹനിലയുമാണത്. അപ്പോൾ ലക്ഷം ദോഷോ ഗുരുഹന്തി എന്ന് പറയുന്നത് വളരെ അന്വർത്ഥമായിട്ടുള്ള ഒരു വാചകം തന്നെയാണ്. കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ കൂടെ ചെയ്തു പോയി കഴിഞ്ഞാൽ നിൽക്കുന്ന അവസ്ഥ അത് തന്നെ വളരെ നല്ലതാണ്. അതിലും കൂടാൻ, ഏറാൻ, നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും ഉറപ്പ് തന്നെ പറയാം. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ വിശാഖമാണ് നക്ഷത്രം. ഗുരുദശയിൽ ജനിച്ചു 2001 വരെ ഗുരു അഥവാ വ്യാഴം, അതിനുശേഷം ശനി 2020 വരെ, ശേഷം ബുധൻ ഇപ്പോഴത്തെ നടപ്പ് ദശ 2037 വരെ, അതിനുശേഷം 7 കൊല്ലം കേതു 2044 വരെ. ചന്ദ്രനോടൊത്ത് നിൽക്കുന്ന കേതുവാണ്. കേതു ദശ എല്ലാ കാര്യങ്ങളും ഒരു പ്രത്യേകം ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. പ്രത്യേകിച്ച് 10ാം ഭാവാധിപൻ ആയിട്ടുള്ള ഗ്രഹം നിൽക്കുന്നതും കേതുവിനോടൊത്താണ്. രാഹുവിൻ്റെ ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം രാഹുവിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് തന്നെ കേതുവിലൊരല്പം ശ്രദ്ധ അത്യാവശ്യം തന്നെയാണ്. അതുപോലെ അതിനുശേഷം 20 കൊല്ലം ശുക്രൻ, ശേഷം സൂര്യൻ, ചന്ദ്രൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ബുധനിൽ ശുക്രനാണ്. 37-2023 തൊട്ട് 35-2026 വരെ ബുധദശയിൽ ശുക്രൻ്റെ അപഹാരം. ലഗ്നാൽ 4ൽ നിൽക്കുന്ന ബുധൻ, 4ാം ഭാവാധിപന് വ്യാഴത്തിൻ്റെ ദൃഷ്ടി. ഒന്നിലധികമോ വീടുകളൊക്കെ കിട്ടാൻ, വയ്ക്കാൻ, പ്ലാൻ ചെയ്യാൻ, നടപ്പിലാക്കാൻ, ലാഭം കൊയ്യാനൊക്കെ ഭാഗ്യമുണ്ട് എന്ന് സാരം. അതങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മുൻകരുതലുകൾ
ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കേതു ദശയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട്, അതുപോലെ തന്നെ രാഹുവിൻ്റെ അപഹാരം വരുന്ന ഘട്ടങ്ങളിൽ, അതുപോലെ തന്നെ കേതുവിൻ്റെ അപഹാരം വരുന്ന ഘട്ടങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഒരു പ്ലാൻ ചെയ്ത് ഒരു മുൻകരുതലെടുത്ത് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ കൂടെ ചെയ്തു പോയി കഴിഞ്ഞാൽ വലിയ ഔന്നത്യങ്ങൾ എത്താനുള്ള എല്ലാ യോഗ്യതയുമുള്ള ഒരു ഗ്രഹനിലയാണത്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.